ആഴിൻ ആഴങ്ങളിൽ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ചവരുടെ ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള ആഴിൻ ആഴങ്ങളിൽ ഇത് കൊല്ലം ജില്ലയിലെ നീണ്ടകര സ്വദേശി വില്യം പീറ്റർ. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹത്തിന് നിരവധി അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് വില്യം പീറ്റർ. എൻ്റെ പേര് വില്യം പീറ്റർ. ഞാൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 10 മക്കളുള്ള ഒരു കുടുംബത്തിലൊരംഗമാണ്, ഏറ്റവും ഇളയത്. ഈ 10ൽ പഠിക്കുന്ന സമയം വരെയും ഈ മത്സ്യബന്ധന മേഖലയിലോട്ട് പോകണമെന്നുള്ള യാതൊരു ആഗ്രഹവും എനിക്കില്ല. അപ്പനൊരു കാരണവശാൽ ആ മേഖലയിലോട്ട് പോകാനായിട്ട് എന്നെ അനുവദിച്ചതുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 10ാം സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസത്തിൻ്റെ ആ സാഹചര്യത്തിൽ അപ്പം മരണപ്പെടുന്നു. പിന്നെ കുടുംബത്തിൽ അമ്മയും ഞാനും ഒരു സഹോദരിയടങ്ങുന്ന ബാക്കി എല്ലാവരും വിവാഹിതരായിപ്പോയി. ഞങ്ങൾ 3 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ പിന്നെ മുമ്പോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ എനിക്ക് ആവശ്യമായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇരിക്കവേ ഈ മത്സ്യബന്ധന മേഖലയിലോട്ടല്ലാതെ വേറൊരു തൊഴിലോട്ട് ആ സാഹചര്യത്തിൽ പോകാനായിട്ട് സാധ്യതയില്ല. അങ്ങനെ ഒരു 3 വർഷക്കാലം ഞാൻ ബോട്ടിൽ പണിക്ക് പോകേണ്ടി വന്നു. പോയിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് ആണെന്നുള്ള കാര്യം ഈ ബോട്ടിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൻ ഈ തൊഴിലോട്ട് നമ്മൾ ഇറക്കണ്ടെന്ന് ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയായിരുന്നു. ആ സമയങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പ്രാർത്ഥന വളരെ കൂടുതലായിട്ടില്ലെങ്കിലും മാതാവിനോട് എനിക്ക് ഭയങ്കരമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വേളാങ്കണ്ണി മാതാവെന്നും പറഞ്ഞ് അവിടെ ഒരു ഓല ഷെഡ് മാതിരി കെട്ടി അവിടെ ഒരു മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന ആ സാഹചര്യങ്ങളിൽ ഞാൻ മുടങ്ങാതെ അവിടെ മാതാവിനെ പോയി കാണുകയും പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യേകമായി പറഞ്ഞ്, മാതാവ് എനിക്ക് ഈ കടലിലെ പണി പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കരനിന്ന് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം മാതാവ് എനിക്ക് കാണിച്ചു തരണമെന്നും പറഞ്ഞ് ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി ആദ്യമായി ഞാൻ നീണ്ടകര ഹാർബർ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ ഞാനൊരു കടയുമായിട്ടാണ് ആദ്യം ഈ രംഗത്ത് വരുന്നത്. 2-3 വർഷക്കാലം ഞാൻ ആ കട നടത്തി. പിന്നെ ഒന്നിലധികം 3-4 കടകളായിരുന്നത്. അത് ഒരുപാട് എണ്ണം കൂടിയപ്പം നമുക്ക് വിചാരിക്കുന്ന വരുമാനങ്ങൾ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ആണ് ഞാൻ ഇപ്പം ചെയ്യുന്ന തൊഴിലിലോട്ട് മാറുന്നത്. ആദ്യമായിട്ട് ഞാൻ കടലിൽ പണിക്ക് പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ ചേട്ടനായിരുന്നു എന്നെ ആദ്യമായിട്ട് ബോട്ടിൽ കൊണ്ടുപോകുന്നത്. ഒരു 3-4 ദിവസം ചേട്ടൻ്റെ കൂടെ ബോട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബോട്ടിനകത്ത് എനിക്ക് ബോട്ടിൽ പിടിച്ച് നിൽക്കാനോ ഈ റോളിങ് കാരണം അതിനകത്ത് നിൽക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ഞാൻ ഈ ഉരുണ്ട് വീഴുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചേട്ടന് വിഷമമായി. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇവന് ഈ കടലിലെ പണിക്ക് പറ്റത്തില്ല, അവനെ ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ബോട്ടിലേക്ക് കൊണ്ടുപോകാതായി. അതിനുശേഷം പിന്നെ ഞാൻ നമ്മുടെ ഒരു അളിയൻ്റെ കൂടെ ആണ് ബോട്ടിൽ പണിക്ക് പോകാനായിട്ട് റാണിമുളം എന്ന് പറഞ്ഞൊരു ബോട്ടിനകത്താണ് ഞാൻ പിന്നെ പണിക്ക് പോകുന്നത്. അതിനകത്ത് കുറേ കാലം തുടർച്ചയായിട്ട് പണിക്ക് പോയി ഈ തൊഴിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏത് ബോട്ട് വേണമെങ്കിലും എനിക്ക് പോകത്തക്ക രീതിയിലുള്ള പ്രാപ്തിയായി. അങ്ങനെ പല ബോട്ടുകളിൽ ഞാൻ മാറി അങ്ങനെ പോയി. അങ്ങനെ കടലിൽ പണിക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ 1-2 അപകടങ്ങളിൽ പെട്ട് ഞാൻ 1-2 പ്രാവശ്യം വെള്ളത്തിൽ കടലിൽ വീണിട്ടുണ്ട്. ആഴിൻ ആഴങ്ങളിൽ ഞങ്ങൾ സാധാരണ ബോട്ട് വലിച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ബോട്ടിൻ്റെ ഈ ചരക്കും ഈ കോടൻറ്റും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ടറാക്കിലോട്ട് മേളോട്ട് പൊക്കിയെടുക്കും. പൊക്കി ഇതിൻ്റെ മേളിൽ കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് അന്നേരം നമ്മൾ ഈ റോപ്പ് കൊണ്ട് വലിച്ച് അന്നേരം ഈ കോടൻ്റ് ഇങ്ങോട്ട് റോപ്പിൻ്റെ പുറത്തുനിന്ന് മാറ്റി വേണം നമ്മൾ ഈ ചരക്ക് പൊട്ടിച്ചിടാൻ. അന്നേരം ആ സാഹചര്യത്തിൽ ആ കോടൻ്റും ചരക്കും ഇപ്പുറത്ത് റോപ്പിൻ്റെ പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്ന സാഹചര്യത്തിൽ ഒരേക്കം വന്നപ്പോഴത്തേക്ക് ആ കോടൻ്റ് വന്ന് എൻ്റെ ശരീരത്തിൽ തട്ടി ഞാനും ഈ റോപ്പുമായിട്ട് മറിഞ്ഞ് വെള്ളത്തിൽ പോകാൻ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഈ കോടൻ്റിൻ്റെ ഒരു സൈഡിൽ ആ റോപ്പ് എൻ്റെ കൈവശം പിടിയുണ്ട്. ആ റോപ്പിൽ നിന്ന് ഞാൻ പിടുത്തം വിട്ടില്ല. അടിയിലോട്ട് പോയപ്പോഴത്തേക്ക് ബാക്കി എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകരെല്ലാം നോക്കി തന്നെ നിൽക്കുക. കാരണം ആഴമുള്ള കടലിലായിരുന്നു ഞാൻ വീണത്. പെട്ടെന്ന് എൻ്റെ മാതാവി എന്നും പറഞ്ഞ് ഞാൻ ആ റോപ്പിൽ പിടിച്ച് മുകളിൽ പൊങ്ങി വന്ന്
ആ റോപ്പിനകത്തുനിന്ന് പിടിവിടായിരുന്നതിൻ്റെ പേരിൽ അവർ മറുതല പിടിച്ച് എന്നെ ബോട്ടിനകത്ത് കയറ്റി. അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ ഈ ഒരു അപകടത്തിൽ നിന്ന് മാതാവിനെ രക്ഷിച്ചു. യഥാർത്ഥത്തിൽ ആ സാഹചര്യത്തിൽ ആ റോപ്പിൻ്റെ പിടി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഞാൻ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകും. എന്തോ എൻ്റെ മാതാവിനെ വിളിക്കുന്നതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് അതിൽ നിന്ന് അത്രയും വെള്ളത്തിലോട്ട് ചെന്ന് വീണ് മൂക്കിക്കൂടെ വെള്ളം അടിച്ച് മേളിൽ കയറി പോയിട്ട് ഞാൻ ആ റോപ്പിൽ നിന്ന് പിടുത്തം വിട്ടില്ല. അത് എൻ്റെ മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു അനുഭവം കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ട്രോൾ നിരോധനം നടപ്പിലാകുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള കാലയളവിലെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെല്ലാം ബോട്ട് കടലിൽ പണിക്ക് പോകും. ജൂൺ മാസം ഏകദേശം 1-ാം തീയതിയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ സാഹചര്യങ്ങളിൽ കടലിൽ പോക്ക് നിർത്തും. കാരണം കടൽ പ്രക്ഷുബ്ധമാവും, കാറ്റും തിരമാലകളൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായ പേടിയാണ് എന്നെ കടലിൽ വിടാനായിട്ട്. മോനെ പോകണ്ടെന്ന് പറയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ കടലിൽ സാധാരണ ഈ മാസങ്ങളിൽ പോകാറില്ല. പക്ഷേ ആ ഒരു വർഷം ഞങ്ങൾ ഈ ജൂൺ 1-ാം തീയതി അന്നേരം നല്ല അന്തരീക്ഷമായതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു ഒരു ദിവസവും കൂടെ എന്തായാലും നമുക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ കടലിൽ പോയ സമയത്ത് പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമായി. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ബോട്ട് മുങ്ങും, ആൾക്കാരെ നഷ്ടപ്പെടുക എന്നുള്ളത് പതിവായിരുന്നു ട്രോൾ നിരോധനത്തിന് മുമ്പുള്ള കാലഘട്ടം. അപ്പോൾ പെട്ടെന്ന് കാറ്റും കടലും ക്ഷോഭമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ പോയ ബോട്ടുകളെല്ലാം ഓടി വരികയും ഞങ്ങളൊരിച്ചിരി ദൂരമായി പോയി. ഞങ്ങൾക്ക് വരാനായിട്ട് ഇച്ചിരി താമസിക്കുകയും ചെയ്തു. ഞങ്ങളന്നേരം ബോട്ട് ഓടി വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ബോട്ടുകൾ മുങ്ങി, ആൾക്കാരെ നഷ്ടപ്പെട്ട് 2 കരകളിലും ഈ ആൾക്കാർ വരാനുള്ള ബോട്ടുകളെ ആൾക്കാരെ കാത്ത് കടപ്പുറത്തെ ആൾക്കാരെ നിലയും വിളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ ബോട്ട് ഓടിക്കുന്ന സ്രാങ്ക് എന്ന് പറഞ്ഞാൽ മൈക്കിളെന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു അതിനകത്ത് ഡ്രൈവറായിട്ടുണ്ടായിരുന്നത്. പിന്നെ മറിയക്കുട്ടൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നു സ്രാങ്ക്. അപ്പോൾ ഈ മൈക്കിളെന്ന് പറഞ്ഞ ചേട്ടനെന്ന് പറയുമ്പോൾ ഈ പക്വതയും പ്രായവും നല്ല അറിവും ബോധമൊക്കെ ഉള്ള കടലിനെ പറ്റിയ ഒരാളായിരുന്നു. അന്നേരം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ പ്രായത്തിലുള്ള ഞങ്ങൾ 3 പേര് അതിനകത്തുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ സാഹചര്യത്തിൽ ആ റോപ്പിൻ്റെ പിടി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഞാൻ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകും. എന്തോ എൻ്റെ മാതാവിനെ വിളിക്കുന്നതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് അതിൽ നിന്ന് അത്രയും വെള്ളത്തിലോട്ട് ചെന്ന് വീണ് മൂക്കിക്കൂടെ വെള്ളം അടിച്ച് മേളിൽ കയറി പോയിട്ട് ഞാൻ ആ റോപ്പിൽ നിന്ന് പിടുത്തം വിട്ടില്ല. അത് എൻ്റെ മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ആ റോപ്പിനകത്ത് പിടിച്ച് കിടന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ മുകളിലോട്ട് പൊങ്ങി വന്ന് എൻ്റെ സഹപ്രവർത്തകർ എന്നെ പിടിച്ച് കയറ്റി അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ മാതാവിൻ്റെ സഹായത്തോടെ അന്ന് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ പ്രായത്തിൽ തന്നെയുള്ള എൻ്റെ ഒരു സഹപ്രവർത്തനമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് മോനെ ഒരു കാരണവശാലും നിങ്ങൾ കടലിൻ്റെ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കരുത്. കടൽ വളരെ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. നിങ്ങൾ ഈ ബോട്ടിൻ്റെ വീലോസിൻ്റെ അപ്പുറവും ഇപ്പുറവും കൈയിട്ടുകൊണ്ട് നിൽക്കുക. ബോട്ട് ഓടിച്ചരിയുകയാണെങ്കിൽ നിങ്ങളൊരു കാരണവശാലും അതിൽ നിന്ന് പിടിവിടരുത്. ബോട്ട് നൂരും. നിങ്ങൾ പേടിച്ച് പിടിവിട്ട് കഴിഞ്ഞാൽ തെറിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് എടുക്കാൻ പറ്റത്തില്ല. ആകപ്പാടെ ഞങ്ങൾ വിഷമിച്ച ഒരു സാഹചര്യം. ഏറ്റവും കൂടുതൽ ഈ മാതാവിനെയും ഈ കർത്താവ് വിശ്വമിച്ചയും സകല വിശുദ്ധന്മാരെയും അന്ന് നേരിൽ കണ്ട ഒരനുഭവമാണ് എനിക്കുള്ളത്. പല അപകടകരമായ രീതിയിൽ നിന്ന് ആ ബോട്ട് ഓടി ഞങ്ങൾ കര വന്നെടുത്ത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും വിളിക്കുന്ന മാതാവിനെയാണ്. മാതാവിനല്ലാതെ അവിടെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ അത്രത്തോളം അപകടകരമായ രീതിയിലുള്ള ഒരു യാത്രയാണെന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോട്ടെന്ന് പറയുമ്പോൾ വളരെ ചെറിയ ബോട്ടാണ്. അപ്പം എപ്പോൾ വേണമെങ്കിലും ഈ ബോട്ട് മറിഞ്ഞു പോകാം. ഞങ്ങളെക്കാട്ടിയും വലിയ ബോട്ടുകളൊക്കെയാണ് അന്ന് മറിഞ്ഞു പോയത്. ഇപ്പോൾ അതിനെക്കാട്ടി ഉപരി ഞങ്ങൾക്ക് വേണ്ടി കര നിന്ന് പ്രാർത്ഥിച്ച ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഉൾപ്പെടെ ബന്ധുമിത്രാദികൾ ഇവിടെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഈ ഞങ്ങൾ കടലോരത്തുള്ള എല്ലാ അമ്മമാരും എല്ലാ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നേരം ഉള്ളത്. കാരണം എന്നെ ആയാലും വേറൊരു മകനെ ആയാലും സ്വന്തം മക്കളെപ്പോലെ കടലിനോട് മല്ലടിക്കാൻ പോകുന്നതായിട്ടാണ് അമ്മച്ചിമാർ കാണുന്നത്. അങ്ങനെ ദൈവം ഞങ്ങളെ ഒരു പുനർജനിപ്പിച്ചെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും.
ഇപ്പം നമ്മുടെ ലത്തീൻ കത്തോലിക്കരായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാ മക്കളും ഈ കടലിനോട് നമ്മൾ മല്ലടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് എത്ര ക്ഷീണിതനാണെങ്കിലും എത്ര അലസനാണെങ്കിലും ശരി, അവൻ ആ കടലിനോട്ടുള്ള ആ യാത്രയിൽ അവൻ മനം നൊന്ത് പ്രാർത്ഥിക്കും. അത് ഉറപ്പാണ്. അത് ഏറ്റവും കൂടുതലും നമുക്ക് പറയാനെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ വിശ്വാസത്തോടു കൂടി ഓരോ വ്യക്തികൾക്ക് ഓരോ രീതിയിലുള്ള പ്രാർത്ഥനകളാണ്. പ്രകടിപ്പിക്കാൻ പറ്റാത്ത പ്രാർത്ഥനകളുണ്ട്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവത്തിനെ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ എങ്കിലും ഒരു വ്യക്തി പോലും ദൈവത്തിനെ വിളിക്കാതെ ഈ കടലിൻ്റെ ഈ അഴിമുഖം കടന്നു പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ വിശ്വാസങ്ങളുണ്ട്. പുറമേ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ അയാൾ ചിലപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന ആളായിരിക്കത്തില്ല, പള്ളിയിൽ പോകുന്നതായിരിക്കത്തില്ല നമുക്ക് തോന്നുമെങ്കിലും ഈ കടൽ പണിക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയും മാതാവിനെ വിളിക്കാതെയും കർത്താവ് ശമിശയെ വിളിക്കാതെ അവരെ വിശുദ്ധന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാതെ ഒന്നും ഒരു തൊഴിൽ മേഖലയിലും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അത് ഉറച്ച വിശ്വാസമാണ്. എല്ലാവർക്കും ദൈവത്തോടുള്ള ആ ഒരു പ്രാർത്ഥന ആ സമയത്തുണ്ടാകും. ഞാൻ കടലിൽ പണിക്ക് പോകുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ബോട്ടുകൾ ഇറങ്ങി വരുന്ന സമയത്ത്, കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് ഈ ബോട്ടുകൾ തിരമാലകളെ കീറി പറിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി വരുന്ന കാണാൻ ഒരു കൗതുകത്തോട് പോയി ഞങ്ങൾ നോക്കി നിൽക്കുന്നൊരു സാഹചര്യങ്ങൾ അന്നേരം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ അന്നേരം അങ്ങനെ പോയി ആ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബോട്ട് ഓടി അകത്ത് കയറാൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ബോട്ട് മുങ്ങിപ്പോയി. അപ്പോൾ അന്ന് ആ ബോട്ടിനകത്തുണ്ടാകുന്ന 5 തൊഴിലാളികളും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിടന്ന് ഈ കൈകൾ പൊക്കി കാണിച്ച് ഈ ജീവൻ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ആർക്കും ആ ബോട്ട് മുങ്ങിയ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ അവരെ സാധിച്ചില്ല. ആ 5 പേരും വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുന്നത് നമുക്ക് കണ്ടു നിന്ന് നിലവിളിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ നീണ്ടകര എന്ന് പറഞ്ഞ സ്ഥലം, തൊട്ടടുത്ത ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലം, ഈ 2 സ്ഥലങ്ങളുടെയും 2 ഇടവകയിലെയും വിശുദ്ധൻ എന്ന് പറയുമ്പോഴത്തേക്ക് നീണ്ടകര ഇടവകയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ വിശുദ്ധൻ, ശക്തികുളങ്ങര ഇടവകയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻറ്റ് ജോൺ ഡി പ്രിട്ടോ വിശുദ്ധൻ. അപ്പോൾ ഈ 2 വിശുദ്ധന്മാരും ഒരാളാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾക്ക് ഒരേപോലെ ഞങ്ങളെ തുണയ്ക്കുകയും ഞങ്ങൾക്ക് സഹായിക്കുകയും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം 2 കരയാണെങ്കിൽ പോലും ഒരു കര പോലെ ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഈ വിശുദ്ധന്മാർ ഞങ്ങൾക്ക് ഒരേപോലെ സഹായം ഞങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ മേഖലയിലായാലും നമ്മൾ സാമ്പത്തികപരമായ രീതിയിൽ എന്തെങ്കിലും പുരോഗതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും, നമുക്കൊരു ഭവനമില്ലെങ്കിൽ നമുക്ക് ഭവനം ഒരുക്കി തരാൻ പ്രാർത്ഥിച്ചാലും ഈ വിശുദ്ധന്മാർ ഞങ്ങൾക്ക് നിഷ്പ്രയാസം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സാമ്പത്തികപരമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ നിൽക്കുന്ന ശക്തികുളങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സമ്പന്നമായിട്ടുള്ള ആൾക്കാർ. നീണ്ടകര അത്ര പേരില്ല. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ നീണ്ടകരയാണ്. പക്ഷേ ശക്തികുളങ്ങര എന്ന് പറയുന്ന ജോൺ ബ്രിട്ടോയുടെ ഇടവകയിലെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ കമ്പനികളായാലും ഈ പറഞ്ഞ കണക്ക് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നവരായാലും വിദേശ രാജ്യങ്ങൾ, അമേരിക്ക മുതൽ യൂറോപ്യൻ കൺട്രീസിലെല്ലാം അവിടെയുള്ള മക്കൾ ഒരുപാട് പേര് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതലുള്ള ശക്തിവാനമുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ നീണ്ടകര അത്രത്തോളം വളർന്നിട്ടില്ല. ഈ വിശുദ്ധന്മാരുടെ സഹായം ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ വീട് പോലും എനിക്ക് ദാനമായി നൽകാനായിട്ട് എൻ്റെ ശോസേനോസ് വിശുദ്ധനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ഇത് ലഭിച്ചത്. കാരണം ഞാൻ ആദ്യം താമസിച്ച തീരദേശത്താണ്. അപ്പോൾ വിശുദ്ധൻ്റെ തിരുസ്വഭാവം വലിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ കടലോരത്തായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, വിശുദ്ധ എനിക്ക് ഒരു മെഴുകുതിരി കത്തിക്കാനായിട്ട് അങ്ങയുടെ അടുത്ത് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു ഭവനം വയ്ക്കുവാനായിട്ട് ഒരു 2 സെൻറ്റ് സ്ഥലമെങ്കിലും എനിക്ക് ഒരുക്കി തരണമെന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് ഏകദേശം ഒരു വിശുദ്ധൻ്റെ പള്ളിയിലേക്ക് ഒരു 15 മീറ്റർ പോലും ദൂരമല്ലാത്ത രീതിയിൽ എനിക്ക് പുണ്യാളൻ എനിക്ക് ഇപ്പോൾ ഈ ഭവനം വയ്ക്കുവാനുള്ള ഈ സ്ഥലം ഒരുക്കി തന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ ലേലമാണ് എനിക്ക്. അപ്പം ഈ തൊഴിൽ ആരംഭത്തിൽ ഞാൻ ചെയ്ത സമയത്തെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഇതിന് മുടക്കാൻ പൈസ ഒന്നുമില്ല. പുറത്തുനിന്നൊക്കെ പൈസ പലിശയ്ക്കൊക്കെ എടുത്ത് ഞാനിത് ചെയ്ത അവസരത്തിൽ പെട്ടെന്ന് എനിക്ക് ഒരു അധപ്പതനം ഉണ്ടായി. കാരണം വെച്ചാൽ ഞാനൊരു 6ഓളം ബോട്ടുകൾ ലേലത്തിൽ വിളിച്ചുകൊണ്ടിരുന്ന ഒരു അവസരത്തിൽ
പെട്ടെന്ന് ഒരു 5 ബോട്ട് എനിക്ക് ഒരുമിച്ച് നമുക്ക് ലേലത്തിൽ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ആത്മീയമായി ശാരീരികമായി ഞാൻ തളർന്നു പോയി. അപ്പം ആ പ്രതിസന്ധികളിൽ ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളിയിൽ പോയി ഒറ്റയ്ക്കിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിച്ച സമയത്തൊക്കെ എന്ന് പറയുമ്പോഴേക്ക് ഈ പ്രതിസന്ധികളിൽ എന്നാൽ സാധാരണ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഇടറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് വരാൻ വലിയ പാടാണ്. അപ്പം ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കണ്ടെത്തുന്നത് ആത്മീയമായ കാര്യങ്ങളല്ല, മദ്യത്തിൻ്റെ പുറകിനോ അല്ലെങ്കിൽ വേറുള്ള രീതിയിൽ കൂടെയൊക്കെ പോയി അത് ആരെങ്കിലും തെറ്റായ രീതിയിലുള്ള ആൾക്കാരുടെ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനൊന്നും വഴിമാറിപ്പോവാതെ ഞാൻ ദേവാലയത്തിൽ പോയി മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ആത്മവിശ്വാസവും ദൈവിക കൃപയും ലഭിച്ചു. ആ കൃപയിലൂടെ ഞാൻ വീണ്ടും ഈ രംഗത്തേക്ക് എൻ്റെ കർത്താവ് ശംശ എന്നെ വഴിപിടിച്ച് വീണ്ടും എന്നെ കൊണ്ടുവന്നു. അതിൻ്റെ ഇരട്ടിയായിട്ട് എന്നെ ഇന്നിപ്പോൾ വളർത്തിക്കൊണ്ടുവന്നെന്ന് എനിക്ക് 100% പറയാൻ സാധിക്കും. എൻ്റെ ദൈവവിശ്വാസമാണ് എന്നെ ഇത്രത്തോളം ഈ നിലയിൽ എത്തിച്ചതെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിച്ച് പറയുന്നു. ആഴങ്ങളിൽ ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയായിരുന്നു. പോയപ്പോൾ അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയ സാഹചര്യങ്ങളിൽ ഈ മദ്യപാനത്തെയും പുകവലിയെയും മറ്റ് മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു RCC ആലപ്പുഴ RCCയിലുള്ളൊരു ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ ആ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ആ ക്ലാസ്സിലൂടെ പലരെയും വിളിച്ച് നിർത്തിക്കൊണ്ട് ചോദിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് ഈ മദ്യപാനത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒടുവിൽ ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒടുവിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എത്ര ധനവാനാണെങ്കിൽ തന്നെ ഒരു മദ്യപാനിയായിട്ടുള്ളൊരു മനുഷ്യൻ ഈ പറയുന്ന ഒരു ജീവിതത്തിൽ അവൻ ചിലവഴിച്ച് കളയേണ്ട കാശിൻ്റെ കണക്കുകൾ ആരും കൂട്ടിവെക്കാറില്ല. അന്ന് അവിടെ ബോർഡിൽ എഴുതിയിട്ട് അച്ഛനന്ന് ആ ബ്രദർ അന്ന് ബോർഡിൽ എഴുതിയിട്ട് ഓരോരുത്തർ മദ്യപിച്ച കണക്കുകളൊക്കെ എഴുതി കാണിച്ചപ്പോൾ അവരും ഞെട്ടിപ്പോയി, നമ്മളും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ 15 കൊല്ലം 20 കൊല്ലം 25 കൊല്ലമൊക്കെ ഓരോ വ്യക്തികളും മദ്യപിച്ച ആ കണക്കുകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർ പോലും ഞെട്ടിപ്പോയി. അവർ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സമ്പാദ്യമില്ലെന്ന് പറയാം. അന്നേരം ആ ബ്രദർ പറഞ്ഞ് നിങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ഇത് കണ്ട് അബ്കാരികളാണ് കൊണ്ടുപോയി അവർക്ക് വില കൂടിയ കാറും അവരുടെ മക്കൾ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു. ആ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ മടങ്ങി വരുന്ന അവസരത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉപ്പാണി അച്ഛൻ അവിടെ വിതരണം ചെയ്തു. അതിൽ നിന്നൊരു പുസ്തകം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ട്രോളി നിരോധന സമയത്തായിരുന്നു ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തത്. ആ വെക്കേഷൻ സമയത്ത് ഞാൻ ആ പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചു. ബൈബിളിൽ നിന്ന് ഓരോ വചനങ്ങളെടുത്ത് രൂപാന്തരപ്പെടുത്തിയെടുത്ത ഒരു പ്രാർത്ഥനയായിരുന്നത്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം പോലെ നമ്മൾ പാപത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും മറ്റൊരാളിനെ നമ്മൾ ഒരു ദുഷിച്ച് പറയുമ്പോഴും അങ്ങനെയുള്ള എല്ലാ തരം രീതിയിലും നമുക്ക് ഒരു കാരണവശാലും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായി. നമ്മളെങ്ങനെ രൂപാന്തരപ്പെടും? നമ്മൾ ഈ ആർബറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്ത് നമ്മുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉൾപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടും എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായി. എങ്കിലും ആ ട്രോളിംഗ് നിയമ കാലയളവുകൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയപ്പോൾ കുറേയൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങി. ഈ വചനങ്ങളിൽ കേട്ട കാര്യങ്ങൾ കുറേയൊക്കെ നിയന്ത്രിച്ച് കച്ചവട സ്ഥലത്ത് കൂടുതൽ ദേഷ്യം പ്രകടിപ്പിക്കാതെയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാനൊക്കെ കുറേയൊക്കെ ശ്രമിച്ച് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇന്ന് നമ്മളൊരു മത്സ്യത്തൊഴിലാളിയാണ്, ഒരു മത്സ്യ കച്ചവടക്കാരനാണ്. എങ്കിൽ പോലും നമുക്കിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് മത്സ്യം മേടിക്കുന്ന ഒരു വ്യക്തി, ഒരു അപ്പച്ചൻ, ഒരു അമ്മച്ചി, അതെൻ്റെ അപ്പനെ പോലെ എൻ്റെ അമ്മയെ പോലെ എന്നെ ഒരു സഹോദരിയെ പോലെ അങ്ങനെ കാണാനും അവരോട് ദേഷ്യപ്പെടാതിരിക്കാനും ഈ 2003 മുതൽ ഇന്നിപ്പോൾ 2025 ഈ കാലയളവ് വരെ ഞാൻ അതിനുവേണ്ടി പ്രത്യേകം പരിശ്രമിക്കുകയും അതിനുവേണ്ടി ദൈവത്തിനെ നിലനിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ വാർദ്ധക്യത്തിലാണ് എൻ്റെ വിവാഹം. അപ്പം
അമ്മ ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. ദിവ്യബലി കണ്ടിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ദിവ്യബലിക്ക് പോവുക, 3-4 ജപമാല പഠിക്കുക, പള്ളിയിലുള്ള സകല വിശുദ്ധന്മാരുടെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക, പിന്നെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ഭയങ്കരമായ ഒരു നിർബന്ധം പ്രകടിപ്പിച്ച് പ്രാർത്ഥനയുള്ളൊരു അമ്മയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും അവരും കൂടെ ഒത്തുചേർന്ന് ജപമാല പഠിക്കുകയും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അവർ മുടങ്ങാതെ ദിവ്യബലിക്ക് പോകും. നമ്മുടെ തൊഴിൽപരമായ രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകാൻ സാധിക്കത്തില്ല. ഞങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോകുന്നതിൻ്റെ പേരിൽ അത് സാധിക്കത്തില്ല. എങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് സെബസ്ത്യാനോസ് ഉണ്ണികളുടെ നൊവേന ഞങ്ങളുടെ പള്ളിയിൽ വ്യാഴാഴ്ചയാണ്. അത് വൈകുന്നേരം 5 മണിക്കാണ്. അത് ഒരു കാരണവശാലും ഒരു നൊവേന പോലും ഞാൻ മുടങ്ങാറില്ല. പിന്നെ സെൻറ്റ് ജൂഡ് കുരിശടി ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അത് തിങ്കളാഴ്ച ദിവസമാണ് പ്രാർത്ഥനയും നൊവേനയും വൈകുന്നേരം. അതും ഞാൻ മുടങ്ങാതെ പോകും. പിന്നെ മരിച്ച ആത്മാക്കളുടെ പൂജ സമയമുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒരെണ്ണം പോലും ഞാൻ ഒഴിവാക്കത്തില്ല. മരണപ്പെടുന്ന എല്ലാ പൂജകളിലും എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ പോയി പ്രാർത്ഥിക്കും. ആത്മീയമായ പരമായ രീതിയിൽ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം എനിക്ക് വഹിക്കാൻ പറ്റില്ല. ഏറെക്കുറെയൊക്കെ എൻ്റെ വിശ്വസ്തയോടുകൂടി പറയാനാണെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ സമയമുള്ളിടത്തോളം ഞാൻ അതിൽ നിന്ന് ഒഴിവാകത്തില്ല. അതിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ടെക്നോളജികൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബോട്ടുകളിൽ കടലിൽ പണിക്ക് പോകുന്നവർക്ക് ഇന്ന് ബോട്ട് നമ്മുടെ ഇവിടുന്ന് പണിക്ക് പോയി കഴിഞ്ഞാൽ 10 ദിവസം വരെയൊക്കെ കടലിൽ പണിയെടുത്തുകൊണ്ട് തിരിച്ചു വരത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളുള്ള ബോട്ടുകളുണ്ട്. അപ്പോൾ അവരിവിടുന്ന് പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന അച്ചായന്മാരെന്ന് പറഞ്ഞാൽ അവർ മുടങ്ങാതെ പുസ്തകത്തിലുള്ള പ്രാർത്ഥനകളും ജപമാലയും പഠിക്കും. ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ഏറെക്കുറെ 90% ആൾക്കാരും നമ്മുടെ ലത്തീൻ കത്തോലിക്കരോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ആരുമല്ല. പല ബംഗാളി, ഒറീസ, ഒഡീഷ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ കടൽ പണിക്ക് കൂടുതലും പോകുന്നത്. അപ്പോൾ അവർക്ക് ഈ കടലിൻ്റെ ഭാവമാറ്റവും ഈ കടൽ പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കടലിൽ പോയി പണിയെടുക്കുക, കുറേ കാശ് കിട്ടുക എന്നുള്ള ആ ഒരു രീതികൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് ഈ ഓഗി മുന്നറിയിപ്പ് വന്നിട്ട് പോലും ഇവരാരും കടലിൽ നിന്ന് കരവരാതെ അപകടത്തിൽപ്പെട്ട് ഒത്തിരി നമ്മുടെ സഹോദരങ്ങളും ഈ ഒഡീഷക്കാരും ഒക്കെ മരിക്കേണ്ട അവസ്ഥകളുണ്ടായി. ഒരുപാട് വാഹനങ്ങൾ നഷ്ടപ്പെട്ട് ഭയങ്കര ഒരു ദുരന്തം അങ്ങനെ ഉണ്ടായി. ഇപ്പോഴും നമ്മുടെ സർക്കാരിൻ്റെ ഇൻഫർമേഷനെ അവഗണിച്ചുകൊണ്ട് കടലിൽ ഇന്നും പണിയെടുക്കുന്ന ബോട്ടുകളുണ്ട്. കാരണം ടെക്നോളജി ഇത്രയും വളർന്നിട്ട് പോലും എന്ത് രീതിയിലായാലും അവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ, ഫോണിൽ മെസ്സേജ് കൊടുക്കാം, വാലക്സി മെസ്സേജ് കൊടുക്കാം. ഇതെല്ലാം കൊടുത്താൽ പോലും ഈ കടലെ കാശ് അല്ലെങ്കിൽ മീൻ പിടുത്തമെന്നും പറഞ്ഞ് ഈ കര കാണാതെ കടന്ന് മീൻ പിടിക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ കടലിലുള്ളത്. അതുകൊണ്ട് പഴയ ഭയപ്പാടും കാര്യങ്ങളൊന്നും അവർക്കാർക്കും ഇല്ല. അവരുടെ രീതികൾ വേറെയാണ്. അതിൽ നമുക്ക് കര നിന്ന് വിലപിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ സുനാമി എന്ന് പറഞ്ഞ ദുരന്തം ഉണ്ടാകുന്ന സമയത്തെന്ന് പറയുമ്പം ഏകദേശം നീണ്ടകര ശക്തിവാങ്ങര എന്ന് പറഞ്ഞ 2 കര, അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഏകദേശം കരുനാഗപ്പള്ളിക്ക് അപ്പുറം ആലപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായത്. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ തീരം തൊട്ട് ഞങ്ങളുടെ കടലിൻ്റെ കവാടത്തിലൂടെ വെള്ളം കായലിനകത്തോട്ട് കയറി വന്ന് ആൾക്കാർ വിഷമിക്കത്തക്ക രീതിയിൽ വെള്ളം പെരുകിയെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ തിരികെ ഇറങ്ങി പോവുകയും ആ അപകടത്തിൽ നിന്ന് ഈ 2 കരയും രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കന്ന് പറയാൻ സാധിക്കുകയാണെങ്കിൽ ഈ തിരമാല അടിച്ച് കയറി വരുന്ന ഏറ്റവും ആദ്യം നശിക്കുന്നത് ഞങ്ങളുടെ 2 ദേവാലയങ്ങളാണ്. സെൻറ്റ് ജോൺ ദി പെട്രോള ദേവാലയവും സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ദേവാലയം. അത് കടലിനോട് ഏറ്റവും തീരം ചേർന്ന് നിൽക്കുന്ന 2 ദേവാലയങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ദേവാലയങ്ങളാണ്. ഞങ്ങളുടെ 2 വിശുദ്ധന്മാരും കൂടെ ചേർന്ന് ഞങ്ങളെ ആ വൻ ദുരന്തത്തിൽ നിന്ന് 100% ഞങ്ങളെ 2 കരങ്ങളും കൊണ്ട് താങ്ങി ഞങ്ങളെ സംരക്ഷിച്ചിടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഇന്നും ഞങ്ങളുടെ വിശ്വാസം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാം കരക്കടക്കുന്ന വിശുദ്ധന്മാർ, അല്ലെ മാതാവ്, കർത്താവ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഈ കടലിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആ കുടുംബം പുലർത്തുവാൻ വേണ്ടി അവർ കടലിൽ
അവർ ആഴങ്ങളിൽ പോയിരിക്കുകയാണ്. മണിക്കൂറുകളോ അല്ലെ ദിവസങ്ങളോ ഓടിയ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം അകലങ്ങളിലാണ് അവർ. ഈ പ്രകൃതി ഒന്ന് ശാന്തമാക്കി അവരെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ ഈ സമൂഹം ഒന്നടങ്കം മുട്ടിപ്പോയി ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, വിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ്, കത്തോലിക്കരുടെ ഒരു പ്രത്യേകതയാണ്. അടുത്തുള്ള ഒരാളുടെ ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു സങ്കടം ഉണ്ടാകുമ്പോഴത്തേക്ക് ഓടിക്കൂടുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു സമൂഹം കത്തോലിക്കരെ പോലെ വേറെ ഉണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല. ഈ കടലിനോട് മല്ലടിക്കുന്ന ഓരോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും, ഈ കടപ്പുറത്ത് വന്ന് കച്ചവടം ചെയ്യുന്ന അമ്മച്ചിമാർ, കടലിനോട് മല്ലടിച്ച് വരുന്ന അപ്പച്ചന്മാർ, ഒഡീഷയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടി ഈ നാട്ടിൽ വന്ന് തൊഴിലെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഓരോ ദിവ്യബലിയിലും ഓരോ പ്രാർത്ഥനയും ഞങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം വെച്ചാൽ നമ്മളെപ്പോലെ ഓരോ കുടുംബം പുലർത്താൻ വേണ്ടിയാണല്ലോ അവർ അവരുടെ മക്കളെയും മാതാപിതാക്കളെയും എല്ലാം വിട്ടൊഴിഞ്ഞ് നമ്മുടെ ഈ നാട്ടിൽ വരുന്നത്. ഒരു അപകടവും ഒരു ആപത്തും സംഭവിക്കാതെ ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വസിക്കുന്നവരെയും സംരക്ഷിക്കണമെന്ന് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഞങ്ങളെപ്പോഴും ഉരുവിടാറുണ്ട്.